ഈ ക്രിസ്മസിന് ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാലോ, അതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇത് ചെറിയ കുട്ടികൾക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്റ്റാറാണിത്. 50 സെൻറ്റിമീറ്റർ വീതി കിട്ടുന്ന ഒരു കാർട്ടൺ ബോക്സ് എടുക്കുക. അതിൽ നിന്ന് ഒരു 14 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക. വീണ്ടും ഒരു 14 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. നേരെ എതിർവശത്ത് 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 14 സെൻറ്റിമീറ്റർ വെച്ച് 2 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് കൂട്ടി വരച്ചെടുത്തിട്ട് അത് മുറിച്ചെടുക്കാം. ഏകദേശം 4 കഷ്ണങ്ങളാണ് നമുക്ക് വേണ്ടത്. 4 ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നീളം കൂടിയ പാല് നിർമ്മിക്കാനായിട്ട് ഏകദേശം 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കട്ടൺ ബോക്സിൻ്റെ കഷ്ണത്തിൽ നിന്ന് ഇതേപോലെ തന്നെ നേരത്തെ പോലെ 14 സെൻറ്റിമീറ്റർ വീതി വരുന്ന രീതിയിൽ ഒരു വാൽ കഷ്ണം, നീളം കൂടിയ വാൽ കഷ്ണം കൂടി മുറിച്ചെടുക്കണം. അടുത്തതായി ഇവ കൂട്ടിയൊട്ടിക്കാനായി നമുക്കൊരു പഞ്ചഭുജം വേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 11 സെൻറ്റിമീറ്റർ നീളത്തിൽ ആരമുള്ള ഒരു വൃത്തം വരച്ചെടുക്കുക. ആ വൃത്തത്തിനകത്ത് നമ്മളൊരു 14 സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിയിൽ ഒരു ഫേസ് ചെയ്യുന്ന 5 ഭാഗങ്ങളുള്ള ഒരു പഞ്ചഭുജം വരച്ചെടുക്കണം. വരച്ചതിന് ശേഷം അത് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത പഞ്ചഭുജത്തിലും അതുപോലെ തന്നെ 5 വാലുകളിലും നമ്മൾ A4 പേപ്പർ എടുത്ത് പശ കൊണ്ട്, സാധാരണ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഫെവിക്കോൾ കൊണ്ട് അതിനകത്ത് എല്ലാ പീസുകളിലും നല്ല വൃത്തിയായി പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. വെള്ള കളറാക്കി എടുക്കുക. വൃത്തിയായി ഒട്ടിച്ച ഇതുപോലെ കഷ്ണങ്ങൾ നിലത്ത് അല്ലെങ്കിൽ വലിയ മേശപ്പുറത്ത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. നടുക്ക് പഞ്ചഭുജം ചേർത്ത് വെച്ചിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം വെച്ച് തന്നെ ഫെവിക്കോൾ കൊണ്ട് തന്നെ ഫ്രണ്ട് വശത്തും ബാക്ക് സൈഡിലും നല്ല വൃത്തിയായി ഒട്ടിക്കണം. ബലം ഉണ്ടാവുകയും വേണം, അത്യാവശ്യം നല്ല ഭംഗിയും ഉണ്ടാവുകയും വേണം. ഏകദേശം നമ്മുടെ ഈ നക്ഷത്രത്തിൻ്റെ ബേസിൻ്റെ പരിപാടി ഏകദേശം ഇതോടുകൂടി തീരുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു LED സ്ട്രിപ്പാണ്. ഇത് ഫയർലൈറ്റ് LED എന്ന് പറയുന്നത് ഓൺലൈനിൽ കിട്ടുന്ന ഒരു ഇതാണ്. ഏകദേശം 500 രൂപ അടുത്താണ് ഇതിന് വില വരുന്നത്. ഇത് ഈ രീതിയിൽ വരുന്നതാണ്. ഏകദേശം ഒരു 11 സ്ട്രിപ്പുകളുണ്ടാവും. അത് നടുക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും വരിക. എല്ലാം റിമോട്ടും കാര്യങ്ങളും ഏകദേശം ഒരു 200 ടൈപ്പിൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സ്റ്റിക്കറാണ്, വെറുതെ ഒട്ടിച്ചാൽ മതി. നമ്മൾ ആദ്യം അതിനകത്ത് വയ്ക്കുക, നക്ഷത്രത്തിൻ്റെ മുകളിൽ വെച്ച് നോക്കുക. നീളം കൂടിയ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, അത് നേരെ താഴത്തേക്ക് വയ്ക്കുക. ബാക്കി 10 സ്ട്രിപ്പുകൾ 2 സ്ട്രിപ്പ് വീതം ഓരോ വാലിലോട്ടും വരുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പുറകിലെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഇത് വെറുതെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വൃത്തിയായിട്ട് ഒട്ടിക്കുക. ക്ഷമയോടെ ആ ടേപ്പൊക്കെ മുറിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിൻ്റെ പണി ഏകദേശം തീരും. സ്ട്രിപ്പിൻ്റെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം ലൈറ്റ് വന്നിട്ട് ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ലൈറ്റൊക്കെ ഏകദേശം കത്തുന്നുണ്ട്, ഏകദേശം എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പഞ്ഞിയാണ്, സിന്തറ്റിക് കോട്ടനാണ് വേണ്ടത്. ഈ നമ്മുടെ തലവണ്ണയിലും മറ്റും നിറയ്ക്കുന്ന കോട്ടൺ. അത് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് ആ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഈ കോട്ടൺ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെറുതെ LED വെക്കുന്നതിനേക്കാളും കുറച്ച് ഭംഗിയായിരിക്കും. ഒരു മഞ്ഞിൻ്റെ ഫീലും അതുപോലെ തന്നെ വെളിച്ചം കൂടുതൽ നക്ഷത്രത്തിൽ മുഴുവൻ തങ്ങി നിൽക്കാനും ഒക്കെ ഈ കോട്ടൺ സഹായിക്കും. നല്ല രീതിയിൽ ഫുള്ളായിട്ട് കവർ സ്റ്റാറിൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്കിതിനകത്ത് ഈ കോട്ടൺ ഫുള്ള് വെച്ചതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നനയാതിരിക്കാനും മറ്റും സഹായിക്കും. കൂടെ ഈട് നിൽക്കുകയും ചെയ്യും.